ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു സാരി ബ്ലൗസ് പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇവിടെ നമ്മൾ ബാക്ക് പോർഷൻ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഏതൊരാൾക്കും സ്വന്തം അളവിൽ അവനവൻ്റെ വണ്ണവും ലെങ്തും എടുത്ത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ബാക്ക് പോർഷൻ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്ത് ഇടുന്നത്. രണ്ടായിട്ട് ഇതുപോലെ മടക്കി ഇടുകയാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ രണ്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു ഓൾഡ് സാരി ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് വിഡ്ത്ത് എടുക്കുന്നത്, അതുപോലെ അതായത് വണ്ണം എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. രണ്ട് ടൈപ്സിൽ നമുക്ക് വണ്ണം എടുക്കാവേ. നമുക്ക് ഈ ഹുക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഹുക്ക് വെച്ചിരിക്കുന്ന ആ ഭാഗമാണ് എടുക്കേണ്ടത്. അവിടെ നിന്ന് നമ്മൾ ഇതുപോലെയാണ് അളന്ന് എടുക്കേണ്ടത്. അപ്പം നമുക്കിവിടെ നമ്മൾ സ്റ്റിച്ചിങ് പോയിൻ്റ് ഉണ്ട്. ആ സ്റ്റിച്ചിങ് പോയിൻറ്റിൻ്റെ ബാലൻസ് ആണ് നമ്മൾ സീം അലവൻസ് അല്ലെങ്കിൽ തയ്യൽ തുമ്പെന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ 9 ഇഞ്ചാണ് കിട്ടുന്നത്. ആ നമ്മളുടെ സ്റ്റിച്ചിങ് പോയിൻ്റ് വരെയുള്ള അളവാണ് 9 ഇഞ്ച്. ബാക്കിയാണ് നമുക്ക് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ച് വരെ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇതിനാണ് തയ്യൽ തുമ്പ് അല്ലെങ്കിൽ സീം അലവൻസ് എന്ന് പറയുന്നത്. അപ്പം ആ സ്റ്റിച്ചിങ് പോയിൻ്റ് വരെ നമുക്ക് 9 ഇഞ്ചാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അളവെടുക്കുന്നതെങ്കിൽ നമ്മളുടെ ടേപ്പിനെ നമ്മൾ ഇതുപോലെ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഒരു ഭാഗത്തെ നമ്മളുടെ ടോട്ടൽ അളവിൻ്റെ ഒരു ഭാഗത്തെ അളവാണ് 9 ഇഞ്ച്. നമ്മളുടെ ടോട്ടൽ അളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 9 ഇഞ്ച്. അപ്പം നമ്മളുടെ ടോട്ടൽ അളവ് 36 ഇഞ്ചാണ്. നമ്മളുടെ ടേപ്പിനെ ഇതുപോലെ 4ആയിട്ട് നമ്മൾ മടക്കി കൊടുത്താൽ അങ്ങനെ നമുക്ക് അളവെടുക്കാൻ സാധിക്കുവേ. അല്ലെങ്കിൽ നമ്മളുടെ അളവിനെ നമുക്ക് 4 കൊണ്ട് നമുക്ക് ഹരിച്ചു കൊടുത്താൽ മതി. അപ്പം കിട്ടുന്നതാണ് 9 ഇഞ്ച്. അവനവൻ്റെ അളവിനെ എത്രയാണോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതാണ് അവിടെ നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് വേറൊരു മെത്തേഡിൽ ഈ വിഡ്ത്ത് എടുക്കാവേ, അതായത് വണ്ണം എടുക്കാവേ. അത് നമ്മളുടെ ബാക്ക് പോർഷനാണ് എടുക്കേണ്ടത്. ഇതാണ് സ്റ്റിച്ചിങ് പോയിൻ്റ്. ആ സ്റ്റിച്ചിങ് പോയിൻറ്റിൻ്റെ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ അതിൻ്റെ അവിടെ കാണുന്നതാണ് തയ്യൽ തുമ്പ് അല്ലെങ്കിൽ സീം അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് പോയിൻ്റ് തുടങ്ങി അടുത്ത സ്റ്റിച്ചിങ് പോയിൻ്റ് വരെയാണ് അവിടെയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇവിടെയാണ് നമ്മൾ ആ തയ്യൽ പോയിൻ്റ്. അവിടെ വരെ നമുക്ക് കിട്ടുന്നതാണ് 18 ഇഞ്ച്. അതായത് നമ്മൾ ബാക്ക് പോർഷൻ ആകുമ്പോൾ നമുക്ക് 18 ഇഞ്ച് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ ടേപ്പിന് ഒറ്റ പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പം നമുക്ക് 36 ഇഞ്ചെന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തെ വിഡ്ത്ത്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഈ 2 മെത്തേഡിൽ നമുക്ക് എടുക്കാവേ. നമ്മൾ ഈ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള അളവാണ് പറയുന്നത്. അതായത് നമ്മളുടെ ദേഹത്തെ അളവാണ് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കണം. അപ്പം നമുക്ക് ഇത് എത്രയാണോ അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് 32 ആയിരിക്കും, 34 ആയിരിക്കും, ചിലർക്ക് 40 ആയിരിക്കും, 44 ആയിരിക്കും. അത് എത്രയായിക്കോട്ടെ, അതാണ് നമുക്ക് എടുക്കേണ്ട അളവ്. ഇനി ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ സാരി ബ്ലൗസിൽ നിന്ന് ഇതുപോലെ അളവെടുക്കുന്നതെങ്കിൽ നമ്മളുടെ ദേഹത്ത് നിന്ന് നമ്മളുടെ ഈ ആംഹോളിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, നമ്മളുടെ കൈക്കുഴിയുടെ അവിടെ മുതൽ ഇങ്ങനെ നമ്മളുടെ ദേഹത്ത് റൗണ്ട് പിടിച്ചാൽ മതി. അപ്പോൾ ആ കിട്ടുന്നതാണ് നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവ്. അപ്പോൾ അത് ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് ദേഹത്തു നിന്നും അളവെടുക്കാം. ഇതുപോലെ ഒരു ഓൾഡ് സാരി ബ്ലൗസിൽ നിന്നും അളവെടുക്കാവേ. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ അളവെടുക്കേണ്ടത്. ഇങ്ങനെ വിഡ്ത്ത് എടുത്തതിന് ശേഷം നമ്മളുടെ ക്ലോത്തിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയെന്നാണ്. നമ്മളിപ്പം ബാക്ക് പോർഷൻ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 36 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ 9 ഇഞ്ചാണ് അതിൻ്റെ 4/1. അപ്പം നമുക്ക് ഇനിയും എങ്ങനെയാണ് ഒരു ക്ലോത്തിലേക്ക് വിഡ്ത്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ്, ഇവിടെ ഓപ്പൺ സൈഡാണ്. ഈ ഓപ്പൺ സൈഡിൽ നിന്ന് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് എത്രയാണോ, നമുക്ക് 9 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ടോട്ടൽ നമ്മളുടെ വണ്ണത്തിൻ്റെ 4/1 ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് 9 ഇഞ്ച് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി തയ്യൽ തുമ്പ് കൊടുക്കണം. തയ്യൽ തുമ്പ് 2 ഇഞ്ച് ആണെങ്കിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി 2.5 ഇഞ്ച്
കൊടുക്കുകയാണ്. എത്രയാണോ തയ്യൽ തുമ്പ് എടുക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ എടുക്കുകയാണ്. അപ്പം നമ്മൾ 2.5 ഇഞ്ച് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബാക്ക് പോർഷനിൽ ഒരു സൈഡിൽ വേണ്ട വിഡ്ത്താണ് ടോട്ടൽ 11.5 ഇഞ്ച്. അപ്പോൾ ഒരു സൈഡിൽ 11.5 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എവിടെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അവിടെ 11.5 ഇഞ്ച് വന്നിടമുണ്ടല്ലോ, ആ ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ക്ലിയർ ചെയ്ത് നന്നായിട്ട് നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ? അപ്പം നമുക്ക് ബാക്ക് പോർഷനിൽ വേണ്ട വിഡ്ത്ത് നല്ല കൃത്യമായിട്ട് ഇവിടെ കിട്ടുവേ. ഇനി നമ്മൾ ഈ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ വിഡ്ത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോത്ത് ഒട്ടും വേസ്റ്റ് ആവാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ബാക്ക് പോർഷനിൽ വേണ്ട വിഡ്ത്ത് എടുക്കാവേ. ഇനി നമുക്ക് ലെങ്ത് ആണ് എടുക്കേണ്ടത്. നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ എടുത്ത് ആ തയ്യൽ തുമ്പ് മുതൽ ഇങ്ങനെ ലെങ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം എത്രയാണോ ലെങ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കണേ. നമ്മൾ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ അളവെടുക്കുന്ന സാരി ബ്ലൗസിൽ നിന്ന് കിട്ടുന്ന അളവിനെക്കാട്ടിലും 1 ഇഞ്ച് കൂടെ കൂട്ടിയാണ് ഇങ്ങനെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ എങ്ങനെയാണ് ബാക്ക് പോർഷനിൽ ലെങ്തും വിഡ്ത്തും എടുക്കേണ്ടതെന്നുള്ളതാണ് കാണിച്ചത്. നമ്മളിപ്പോൾ ഒരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഈ ബ്ലൗസിൻ്റെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ബാക്ക് പോർഷൻ മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇടുവേ. അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി 36 ഇഞ്ച് ചെസ്റ്റ് സൈസ് ആണെങ്കിൽ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 2 ഇഞ്ച് തൊട്ട് 2.5 3 3.5 അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ്. നമുക്ക് കറക്റ്റായിട്ട് 2.5 ഇഞ്ചൊക്കെ കൊടുക്കാവേ. അപ്പം 2.5 ഇഞ്ച് കൊടുത്താലും മതിയേ. നമ്മളിപ്പം ഒരല്പവും കൂടെ തുറന്ന രീതിയിൽ കിട്ടാൻ വേണ്ടി അപ്പം നമുക്കത് അങ്ങനെ വി നെക്കാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു 3 ഇഞ്ചിൻ്റെ കണക്കിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ചാണ് നമ്മൾക്ക് നോർമൽ ഒരു ബ്ലൗസ് വേണ്ടതെങ്കിൽ, അതിൻ്റെ ബാക്ക് നെക്ക് വേണ്ടതെങ്കിൽ 3 ഇഞ്ച് വിഡ്ത്താണ് വേണ്ടതെങ്കിൽ ഒരു 8 ഇഞ്ച് വരെ നമുക്ക് 8 ഇഞ്ചോ 9 ഇഞ്ചോ ഒക്കെ നമുക്ക് ലെങ്ത് കൊടുക്കാവേ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് റൗണ്ട് നെക്കിനെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ എങ്ങനെയാണ് വി നെക്കിലേക്ക് മാറുമ്പം വ്യത്യാസം വരുന്നെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം 3 ഇഞ്ച് നമ്മൾ വിട്ട് കൊടുത്തു, ഒരു 8 ഇഞ്ചോളം ലെങ്തും കൊടുത്തു. എന്നിട്ട് അത് ഇങ്ങനെ ബോക്സ് ആക്കുന്നു. എന്നിട്ട് ഈ കോർണർ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു റൗണ്ട് നെക്ക് ലഭിക്കും. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് ഒരു വി നെക്കാണ്. അപ്പം നമ്മൾ 3 ഇഞ്ചാണ് സാധാരണ നോർമൽ ഒരു ബ്ലൗസിന് വിട്ട് കൊടുക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 3.5 ഇഞ്ച് ആക്കുകയാണ്. അപ്പം 2 എടുക്കുന്നെങ്കിൽ 2.5 കൊടുക്കണം, 3 എടുക്കുന്നെങ്കിൽ 3.5 കൊടുക്കണം. അപ്പം ഏതളവാണോ അതിനെക്കാട്ടിലും 1/2 ഇഞ്ച് കൂടെ കൂട്ടിയാണ് വി നെക്കിന് നമ്മൾ വിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വി നെക്കിന് നമുക്കൊരു 9 ഇഞ്ചോ 10 ഇഞ്ചോ ഒക്കെ ലെങ്തും കൊടുക്കാവേ. എങ്കിലേ വി നെക്ക് നല്ല നീറ്റായിട്ട് നമുക്കൊരു തുറന്ന വി നെക്കാണ് വേണ്ടെങ്കിൽ. അപ്പം നമ്മളിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ വി നെക്കാണ് കട്ട് ചെയ്യുന്നത്. ആദ്യമേ ഒന്ന് എങ്ങനെയാണ് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് കാണിച്ച് തന്നേ ഉള്ളേ. അതിനുശേഷം നമ്മൾ ഈ കറക്റ്റ് എത്രയാണോ കിട്ടിയത്, നമുക്കിപ്പോൾ 10 ഇഞ്ച് അതിൻ്റെ പകുതി 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എത്രയാണോ കിട്ടുന്നത് അത് ഇതുപോലെ ടേപ്പ് ഇങ്ങനെ മടക്കി കൊടുത്ത് കറക്റ്റ് സെൻറ്റർ കണ്ടാലും മതിയേ. ആ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പോയിന്റിൽ തുടങ്ങി ഈ 1/2 ഇഞ്ചിലേക്ക് ഇങ്ങനെ വന്ന് ഇതിൻ്റെ സൈഡ് വഴി ഇതുപോലെ ഇവിടേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾക്ക് ഒരു ചെരിവ് പോലെ തോന്നും, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വി നെക്ക് ലഭിക്കുവേ. അപ്പം നമ്മൾ ആദ്യമേ ഒരു റൗണ്ട് നെക്ക് ഒന്ന് വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ. റൗണ്ട് നെക്ക് വേണ്ടവർക്ക് ആ രീതിയിൽ കട്ട് ചെയ്യാം, വി നെക്ക് വേണ്ടവർക്ക് ഈ രീതിയിലും കട്ട് ചെയ്യാവേ. അപ്പം എങ്ങനെയാണോ നമുക്ക് നെക്ക് വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ ഷോൾഡർ ആണ് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് നെക്കിന് ഡെപ്തും നെക്കിന് വീതിയും വിരിവും, അതായത് വിരിവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഷോൾഡർ അളവ് കുറഞ്ഞു വരുവേ. അതായത് നമുക്കിപ്പം 14 ഇഞ്ചാണ് ടോട്ടൽ ഷോൾഡർ, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്. നമ്മളിപ്പോൾ ചുരിദാറിനാണെങ്കിൽ ഒരു 7 ഇഞ്ച് 6.25 7 ഒക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്.
നമ്മളിപ്പോൾ ഇവിടെ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ള 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് 5.25 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ 5.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള കാര്യം നമ്മുടെ ബാക്ക് പോർഷന് നല്ല വിരിഞ്ഞ് കിട്ടും. അതായത് നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നമ്മളുടെ ബാക്ക് ഓപ്പൺ ആണെങ്കിൽ, അതായത് ബാക്ക് കുറച്ച് ഇറങ്ങിയും വിട്ടും വീതിയും വിരിവും ഉണ്ടെങ്കിൽ ആ ഭാഗം വിരിഞ്ഞ് വരും നമ്മൾ സൈഡിലേക്ക് ബ്ലൗസ്. അതുകൊണ്ടാണ് പുറകിൽ കഴുത്ത് നമുക്ക് ഇറക്കവും വിട്ടും നന്നായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് കുറഞ്ഞു വരത്തുള്ളൂ. അപ്പം നമുക്കിവിടെ ഒരു 5.5 ഇഞ്ച് മതി. അപ്പം നമ്മളൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുത്ത് 5.25 ഇഞ്ച് അങ്ങനെയാണ് ഷോൾഡറിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ 5.25 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ഇഞ്ച് കൂടെ കൂട്ടി 6 ഇഞ്ചാണ് നമ്മൾ കൈക്കുഴി കൊടുക്കുന്നത്. സാധാരണ നമ്മൾ 36 ഇഞ്ച് ചെസ്റ്റ് ഉള്ളവർക്ക് ഒരു 6 ഇഞ്ചാണ് കൈക്കുഴി കൊടുക്കുന്നത്. പിന്നെ കൈക്ക് നല്ല വണ്ണമൊക്കെ കൂടുതലുള്ള അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു 6.25 6.5 കൊടുക്കാം. സാധാരണ ഒരു 6 ഇഞ്ച് കൊടുത്താൽ മതിയേ. അപ്പം നമ്മളിപ്പം കൈക്കുഴി 6 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഭാഗം നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ആം ഹോൾ കർവാണ് വരയ്ക്കേണ്ടത്. അതൊരു 1.25 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ നമുക്ക് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഒരു 1.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ ഭാഗം ഇതുപോലെ ചെരിച്ച് നമ്മൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് അളവ് അത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്, 9 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ക്ലോത്തിനെ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മളുടെ ബോട്ടം ഭാഗത്ത് നമുക്കൊരു 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നു. ഈ ബോട്ടം ഭാഗവും നമ്മളുടെ ടോട്ടൽ വിഡ്ത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. എല്ലാ ഭാഗവും നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പം നമ്മളിവിടെ ബാക്ക് പോർഷൻ മാത്രം കട്ട് ചെയ്യുന്നത് അതെങ്ങനെയാണ് കറക്റ്റ് നമുക്ക് ക്ലോത്ത് ഒട്ടും കളയാതെ ക്ലോത്ത് കറക്റ്റായിട്ട് വിട്ട് ഓരോരുത്തരുടെ അളവിന് മടക്കി കൊടുക്കേണ്ടത്, ലെങ്ത് എടുക്കേണ്ടത്, പിന്നെ നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസമേ നമുക്ക് ഒരു വി നെക്കിന് എങ്ങനെയാണ് പെർഫെക്റ്റായി വരേണ്ടത് ആ രീതിയിലെല്ലാമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതുപോലെ ബാക്ക് പോർഷൻ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു അടുത്ത വീഡിയോയിൽ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നത് ഇടാവേ. അതിനുശേഷം ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട്, ഇൻസ്റ്റയും ഉണ്ട്, ത്രെഡ് ആൻഡ് ടച്ച് എന്ന് തന്നെയാണ്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.